ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനവുമായി നമുക്ക് വീണ്ടുമായിരിക്കാൻ ദൈവം തരുന്ന വലിയ കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഫേസ്യ ലേഖനം 5:1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളായിരുന്നു പഠിച്ചത്. അവിടെ പറഞ്ഞിരിക്കുന്നു, പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ എന്ന് പറഞ്ഞു. നാം ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മൾ പ്രിയ മക്കൾ എന്ന പോലെയാണ്, ഏറ്റവും പ്രിയപ്പെട്ട മക്കൾ എന്ന പോലെയാണ് ദൈവത്തെ അനുസരിക്കണം. പ്രിയ മക്കൾ എല്ലാം അനുസരിക്കും, അതുപോലെ എല്ലാ കാര്യത്തിലും ദൈവത്തെ അനുസരിക്കുക. അതിനുള്ള മാതൃകയായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് ക്രിസ്തുവിനെ ആയിരുന്നു. ക്രിസ്തു എങ്ങനെയാണ് മാതൃകയായത്? തന്നെത്താൻ നമുക്ക് വേണ്ടി ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ തന്നെത്താൻ അർപ്പിച്ചു. അപ്പം നാമും ദൈവത്തിനു വേണ്ടി അർപ്പിക്കുന്നവരായി തീരണം. അങ്ങനെയുള്ള അനുസരണമാണ് ദൈവം പ്രിയ മക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പം പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. അപ്പം ക്രിസ്തു ആണ് നമുക്ക് മാതൃക. താഴെയുള്ള 3-4 വാക്യങ്ങൾ നമ്മൾ പഠിച്ചു. അവിടെ പറയുന്നത് പ്രിയ മക്കൾ എങ്ങനെ, അല്ലെങ്കിൽ പ്രിയ മക്കൾ എങ്ങനെ, അങ്ങനെയുള്ളവരിൽ പ്രിയ മക്കളായിരിക്കുന്നവരിൽ എന്തൊക്കെ കാണുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അവിടെ എന്താ കാണാത്തെ? ദുർനടപ്പ്, അശുദ്ധി, അത്യാഗ്രഹം എന്നിവ പ്രിയ മക്കളിൽ ഉണ്ടാവുകയില്ല. വിശുദ്ധന്മാർക്ക് അത് ഉചിതമായ കാര്യമല്ല. പ്രിയ മക്കൾ വിശുദ്ധന്മാരാണ്, അല്ലെങ്കിൽ വിശുദ്ധമതികളാണ്. അങ്ങനെയുള്ളവർക്ക്, വിശുദ്ധന്മാരെന്ന് പറഞ്ഞാൽ ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ടവർ. എവിടെ നിന്നാ വേർതിരിക്കപ്പെട്ട? നാശകരമായ ഈ ലോകത്ത് നിന്ന് വേർതിരിച്ച് വിശുദ്ധരാക്കി കർത്താവിലാക്കി തീർത്തത് കൊണ്ട് നാം ദൈവത്തിൻ്റെ പ്രിയ മക്കളാണ്. ഈ പ്രിയ മക്കൾക്ക് അശുദ്ധമായതൊന്നും ശരിയാകല്ല, അത് ഉചിതമായ കാര്യമല്ല. അപ്പം അത് കഴിഞ്ഞ് പറയുന്നുണ്ട്, ചീത്തത്തരം, ചീത്തത്തരം, കളിവാക്ക്, ഒന്നും പൊട്ടച്ചൊൽ, കളിവാക്ക് എന്നിവ ഒന്നും പ്രിയ മക്കളുടെ നാവിൽ ഉണ്ടാകുവാൻ പാടില്ല. പക്ഷെ എന്താ വേണ്ടത്? സ്തോത്രം അത്രേ വേണ്ടത്. അങ്ങനെ വേണ്ടാത്ത, ദൈവത്തിന് ഇഷ്ടകരമല്ലാത്ത വാക്കുകളൊന്നും വരരുത്. അവൻ ആദ്യം പറഞ്ഞു, പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പേൻ. ക്രിസ്തു എങ്ങനെ ആയിരുന്നുവോ അതുപോലെയാണ് നാമും ആകേണ്ടത്. അപ്പം ചീത്തത്തരമോ, ദൈവം വിശുദ്ധനായ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ വിശുദ്ധി അനുസരിച്ചു വേണം നാമും ജീവിക്കാൻ. മക്കൾ അമ്മയപ്പന്മാരെ അനുസരിക്കുന്നത് പോലെ നാമും ദൈവത്തെ അനുസരിക്കുക. യേശു മാതൃകയാണ്. അങ്ങനെയുള്ളവരുടെ വായിൽ ഇങ്ങനെ വേണ്ടാത്ത കാര്യമൊന്നും വരികയില്ല. എന്നിട്ട് ഈ 2 വാക്യങ്ങൾ അവിടെ പറയാൻ കാരണം എന്താണ്? താഴെയുള്ള വാക്യങ്ങളിൽ പറയുന്നു, ഇങ്ങനെയുള്ളവർ ദൈവരാജ്യം അവകാശമാക്കില്ല. നമ്മൾ പ്രിയ മക്കളാണ്. നാം എപ്പോഴും ദൈവത്തോട് കൂടെ ദൈവരാജ്യത്തിലായിരിക്കാനുള്ളവരാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വായിൽ നിന്ന് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒരു അശുദ്ധിയും ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെയുള്ളവരിൽ അവർക്ക് ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ പ്രവേശനം ഇല്ല എന്നാണ് താഴെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. 5-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. 5-ാമത്തെ വാക്യം. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി, ഇവർക്ക് ആർക്കും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പം ഈ വക പ്രവർത്തിക്കുന്നവർ ആർക്കും, ദുർനടപ്പ്, അശുദ്ധി, വിഗ്രഹാരോധന എന്ന് പറഞ്ഞപ്പോൾ ഇനി ആ പ്രവർത്തിക്കുന്നവരെയാണ്. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി. നമ്മൾ പറഞ്ഞു, ആ ദ്രവ്യാഗ്രഹം, അത്യാഗ്രഹം എന്ന് പറയുന്നത് ആ ലൈംഗിക പാപമാണേന്ന് നമ്മൾ ആ അത്യാഗ്രഹം, ലൈംഗിക ആസക്തി, ആ ഒരു പാപത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞത്. അങ്ങനെയുള്ളവരാരും ദൈവസന്നിധിയിൽ പ്രവേശനം ഇല്ല. അപ്പോൾ അതൊന്നും ദൈവത്തിൻ്റെ ആ ഗോൾഡൻ സ്റ്റാൻഡേർഡിന് നിരക്കുന്നതല്ല. നമുക്കറിയാം, ഇപ്പോഴിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ
ഈ ലോകം അതിനെ മാനസിക രോഗങ്ങളാണെന്ന് കണക്ക് കൂട്ടിയിരിക്കല്ലേ. പക്ഷേ അങ്ങനെയുള്ള ദൈവം പറയുന്ന അതൊന്നും രോഗമല്ല, ഇത് പിന്നെന്തുവാണ്? പാപമാണ്. നമുക്കറിയാം, നാം ജീവിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ജെൻഡർ കൺഫ്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടേയിരിക്കുന്നു. മനുഷ്യൻ അതിനെ ക്ഷമിക്കുന്നു, പക്ഷെ കർത്താവ് അതിനെ എന്നാ ചെയ്യുന്നതെന്ന് അറിയാമോ? അതിനെ വിധിക്കുകയാണ് ചെയ്യുന്നത്. ഒരു കാലത്ത് ഇതൊക്കെ മാനസിക രോഗമായി കണക്കാക്കിയിരുന്നു, അതിന് ചികിത്സ വേണം എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും, പക്ഷേ നമ്മളിപ്പോൾ നോക്കുമ്പോൾ അത് ന്യൂ നോമായിട്ട് ആയിരിക്കുന്നു. രോഗമെന്ന് പറഞ്ഞു, ഇപ്പോൾ അത് ന്യൂ നോമായിരിക്കുന്നു. പക്ഷേ ദൈവം പറയുന്ന ഇതെല്ലാം പാപമാണ്, ഇതിൽ നിന്നൊക്കെയും വിട്ട് ഒരു മാനസാന്തരം വരണം എന്നാണ് പറയുന്നത്. അപ്പം നാം ചോദിക്കും, ഇത് എഫെസോസിലെ വിശ്വാസികളോടല്ലേ പറയുന്നത്? വിശ്വാസികളിൽ ഇതൊന്നും നടക്കത്തില്ലല്ലോ എന്നൊക്കെ പറയും. പക്ഷേ അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും വിശ്വാസികൾ എന്ന പേർപെട്ടവരിൽ ഇതൊക്കെ കാണുന്നുണ്ട്, ഇപ്പോഴും കാണുന്നുണ്ട്. കൊരിന്ത്യർ സഭ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, അവിടെ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു എന്ന് പറഞ്ഞല്ലേ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിശുദ്ധന്മാർക്ക് ഉചിതമല്ല. നമ്മൾ മീഡിയയിലൊക്കെ കേൾക്കുമ്പോൾ എത്രയോ കാലം ദൈവത്തിനു വേണ്ടി നിലകൊണ്ടവർ അവസാന കാലങ്ങളിൽ പോലും ദുർനടപ്പിനും മറ്റതിനും അധീനരായി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നമ്മളാരും തെറ്റിപ്പോകില്ല എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയില്ല. അപ്പം അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കട്ടെ. നമുക്ക് നമുക്ക് പറയാം ചിലപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല എന്നൊക്കും. പക്ഷേ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഒന്ന് കാതോർത്താൽ കേൾക്കുന്നതും കാണുന്നതും ഇതൊക്കെ തന്നെയാണ്. എത്ര കൃപയിൽ നിന്നവരാണെന്ന് പറഞ്ഞാലും ഒരു നിമിഷം തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കട്ടെ. ദൈവവചനത്തിന് അടിസ്ഥാനമായിട്ടും ദൈവ ആത്മാവിന് അടിസ്ഥാനമായിട്ട് ദൈവാത്മാവിനെ അനുസരിച്ചും ജീവിക്കുക. ലോകത്തിന്റെ മോഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുക. പ്രാർത്ഥന കൂടെ വേണം. ദൈവമേ, എപ്പോഴും മുമ്പോട്ട് നടപ്പാൻ, ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് നടപ്പാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന അത്യാവശ്യമാണ്. നമ്മളാരും വിശുദ്ധർ, നമ്മൾ വലിയ ആൾക്കാരൊന്നും അല്ല, നമ്മളെല്ലാവരും സാധാരണ മനുഷ്യരാ അല്ലേ. അതുകൊണ്ട് എപ്പോഴും തെറ്റിപ്പോകാനുള്ള സാഹചര്യങ്ങൾ, നമ്മൾ പറയും നമ്മൾ ദുർനടപ്പുകാരല്ല, അശുദ്ധരല്ല, ഒന്നുമല്ല നമ്മൾ. പക്ഷേ നാമും തെറ്റിപ്പോകാൻ വഴിയുണ്ട്. അതുകൊണ്ട് ദൈവവചനത്തിനനുസരിച്ച് പോകുക. നമുക്കറിയാം, അന്നത്തെ കാലത്ത് വിഗ്രഹാരാധനയുടെ പിറകില് സെക്ഷുവൽ സിൻസ് അല്ലെങ്കിൽ ലൈംഗിക പാപങ്ങൾ നടക്കുന്നുണ്ട്. അന്ന് സത്യദൈവത്തെ ആരാധിക്കാൻ വിളിക്കപ്പെട്ടവരാ അല്ലേ. അപ്പം അതിന് എതിരെയായിട്ട് വിഗ്രഹാരാധനയിലേക്ക് പോയിരുന്ന ഒരു ജനം, അല്ലെ വിഗ്രഹാരാധനയിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് വന്ന ജനം വീണ്ടും അതിലേക്ക് പോകുന്നു. വിഗ്രഹാരാധന പാപമാണ്. ദൈവത്തെ അല്ലാതെ ഒന്നും ആഗ്രഹിക്കാൻ പാടില്ല. ദ്രവ്യാഗ്രഹം എന്ന് പറയുന്നു. ദ്രവ്യാഗ്രഹം ഒരു പാപമാണ്, അതൊരു വിഗ്രഹാരാധനയാണ്. ഒന്നാമത്തെ കൽപ്പന എന്താ? ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുതേ. ദ്രവ്യാഗ്രഹം എന്ന് പറയുന്നത് പോലും ഒരു വിഗ്രഹാരാധനയാണ്. ദൈവത്തെ ആഗ്രഹിക്കുന്നവർക്ക്, ഒന്നുകൂടെ പറയാം, ദൈവത്തെ ആഗ്രഹിക്കുന്നവർക്ക് ദ്രവ്യാഗ്രഹം ഉണ്ടാകാൻ ചാൻസ്, അല്ലെങ്കിൽ അത് കുറവാണ്. അങ്ങനെയുള്ള ദ്രവ്യാഗ്രഹം വരുവാൻ സാധ്യത കുറവാണ്. നമ്മൾ തീമത്യോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. തീമത്യോസിന്റെ ലേഖനം, 1-ാം ലേഖനം 6-9-10 വാക്യങ്ങൾ. നമുക്കറിയാം, കൃപയിൽ നിന്നവർ ദ്രവ്യാഗ്രഹത്തിന്റെ പുറകെ പോയിട്ട് ഇങ്ങനെയുള്ള ലൈംഗിക പാപങ്ങളിലൊക്കെ പോകുവാൻ സാധ്യത ഉണ്ടെന്നല്ല, അത് നടന്നിട്ടുമുണ്ട്, നടക്കുന്നുമുണ്ട്. ഓക്കെ. 6-9. ധനികരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും
മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു. 10. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട്, ശ്രദ്ധിക്കണേ, വിശ്വാസം വിട്ടുഴന്നു ബഹുദുഃഖങ്ങൾക്ക് അധീനരായിത്തീരുന്നു. ഇതു ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ദുഃഖങ്ങൾക്ക് അധീനരായി തീരുന്നു. അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത് നമുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പം ദ്രവ്യാഗ്രഹം എന്ന് പറയുന്നത് വിഗ്രഹാരാധനയാണ് അവര് ദൈവരാജ്യത്തിൽ അവകാശമാക്കിയില്ല. ഇവിടെ പൗലോസ് പറയുന്നു, ദ്രവ്യാഗ്രഹിയായ മനുഷ്യൻ വിഗ്രഹാരാധിയാണ്. ഞാനല്ലാതെ അന്യദൈവങ്ങൾ ഉണ്ടാക്കരുതേ, അല്ലെങ്കിൽ അന്യദൈവങ്ങളെ ആരാധിക്കരുതെന്ന് പറഞ്ഞ കർത്താവിനെ വിട്ടിട്ടല്ല, ദൈവത്തെ വിട്ടിട്ട് വേറെ എന്തിൻ്റെയെങ്കിലും പുറകെ പോയാൽ അങ്ങനെയുള്ളവർ ദൈവരാജ്യത്തിന് അവകാശി ആവുകയില്ല. റോമാലേഖനം എടുക്കണ്ട. റോമാലേഖനം 1:25 ഇങ്ങനെ പറഞ്ഞു, അവർ സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു ആരാധിച്ചു. സൃഷ്ടിച്ച ദൈവത്തെക്കാൾ അധികമായി ദൈവ സൃഷ്ടിയെ ഏതിനെയെങ്കിലും, അല്ലാത്തത് ഒന്ന് മാത്രമേ ഉള്ളൂ, ദൈവം മാത്രമേ ഉള്ളൂ ലോകത്തിൽ. സൃഷ്ടിയല്ലാത്തത്, ദൈവമല്ലാത്ത ഏതിനെയെങ്കിലും ആരാധിക്കുകയോ ഭജിക്കുകയോ ചെയ്താൽ അത് വിഗ്രഹാരാധന. അവിടെ പറഞ്ഞെങ്ങനെ, സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു ആരാധിച്ചു. അങ്ങനെയുള്ള ഒരാൾക്കും ദൈവത്തിന്റെ രാജ്യത്തിൽ അവകാശമാകില്ല. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും ദൈവത്തിന്റെ വചനങ്ങൾക്ക് മാറ്റമില്ല എന്ന് ദൈവവചനത്തിൽ എഴുതിയിരിക്കുകയാണെങ്കിൽ ദൈവം പറയുന്നത് തന്നെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. വീണ്ടും വീണ്ടും നമ്മോട് പറയുകയാണ്, ഇങ്ങനെയുള്ളവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല. ഇങ്ങനെയുള്ളവർ ദൈവത്തിന്റെയും ക്രിസ്തുവിന്റെയും രാജ്യത്തിന് അവകാശികളാകില്ല. എന്നിട്ട് അവരോട് പറയുന്നത്, നിങ്ങൾ അറിയുന്നുവല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഞാൻ നിങ്ങളോട് കൂടെ ഇരുന്നപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, അല്ലേ? ആ എഫേസോസിലെ വിശുദ്ധന്മാരോട് മുഴുവൻ പറഞ്ഞു, ഞാൻ പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ നിങ്ങൾക്ക് സകലവും പറഞ്ഞു തന്നതാണ്. 3 വർഷക്കാലം തുറന്നോസിന്റെ പാഠശാലയിലിരുന്ന് അവരെ വചനം പഠിപ്പിച്ചതാണ്. അപ്പോൾ അവരോട് വീണ്ടും വീണ്ടും പറയുകയാണ്, നിങ്ങൾ അങ്ങനെയാകരുതേ. നിങ്ങളുടെ ചുറ്റും നോക്കിയല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. ആദ്യത്തെ വചനത്തിൽ 2ാമത്തെ വാക്യത്തിൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ മാതൃക ആരായിരിക്കണം? ക്രിസ്തുവായിരിക്കണം. ഫിലിപ്പിലെ പറയുന്നുണ്ട്, എന്നെ അനുകരിപ്പിൻ, ഞാൻ ക്രിസ്തുവിനെ അനുകരിച്ചതുപോലെ എന്നെ അനുകരിപ്പിൻ. ഞങ്ങൾ കാണിച്ചു തന്ന മാതൃക പ്രകാരം നടക്കുന്നവരെയും അനുകരിപ്പിൻ എന്ന് പറയുന്നു. അപ്പം പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ പറഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങൾ അറിയുന്നുവല്ലോ. ഒന്നും കൂടെ അവരെ ഓർമ്മപ്പെടുത്തുകയാണ്, ഇങ്ങനെയുള്ളവർ ദൈവരാജ്യം ദൈവരാജ്യം അവകാശമാക്കിയില്ല. ഇങ്ങനെയുള്ള പാപങ്ങൾ ചെയ്യുന്നവർ നഷ്ടപ്പെട്ടവരാണ്. അതുപോലെ തന്നെ അവർ പാപത്തിൽ വീണവരും നാശത്തിലേക്ക്, നരകത്തിലേക്ക് പോകുന്നവരുമാണ്. അപ്പം ഇവിടെ ഇങ്ങനെയുള്ള ആരും രക്ഷിക്കപ്പെട്ടവരുടെ ഗണത്തിലുള്ളവരും തെറ്റിപ്പോകുന്നുണ്ട്. അവർക്ക് ഇപ്പോൾ വിശ്വാസികൾ എന്ന പേര് മാത്രമേ ഉള്ളൂ, പക്ഷേ വിശ്വാസികളുടെ പ്രവൃത്തിയില്ല. ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു ക്രിസ്തുവിനെ അനുകരിക്കുന്നവരിൽ അശുദ്ധമായതൊന്നും വരുവാനായിട്ട് പാടില്ല. അതിനെ ക്രിസ്തുവിന്റെ രാജ്യത്തിന് അവകാശമാക്കിയില്ല. നമ്മൾ കൊലോസ്യ ലേഖനത്തിൽ ഇങ്ങനെ പഠിച്ചല്ലോ, 1:13, ഇരുട്ടിന്റെ അധികാരം നിങ്ങളെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചിട്ട് വിശുദ്ധന്മാർക്ക് വെളിച്ചത്തുള്ള അവകാശത്തെ നിങ്ങൾക്ക് തന്നിരിക്കുക. നിങ്ങൾ വെളിച്ചത്തിലുള്ളവരാ, നിങ്ങൾ വെളിച്ചമാണ്. നിങ്ങൾ
ഇരുട്ടിന്റെ പ്രവൃത്തികളൊന്നും ഉണ്ടാകുവാനായിട്ട് കഴിയുകയില്ല. അപ്പം വെളിച്ചത്തിൽ നടക്കുന്നവർക്ക്, താഴെയുള്ള വാക്യങ്ങൾ പറഞ്ഞു, വെളിച്ചത്തിൽ നടക്കുന്നവർക്ക് മാത്രമേ ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശികളാകുവാനായിട്ട് കഴിയുകയുള്ളൂ. ഇത്രയും നാൾ ക്രിസ്ത്യാനിയാണ്, വിശ്വാസിയാണ്, പ്രിയ മക്കളാണെന്ന് പറഞ്ഞിട്ട് അവസാനം രാജ്യത്തിൽ അവകാശമായില്ലെങ്കിൽ നമ്മൾ ഈ അധ്വാനിച്ചതും ഓടിയതും ഇച്ഛിച്ചതും വാഞ്ചിച്ചതും ഒക്കെ വെറും പട്ടപൂജ്യമായി പോവല്ലേ. അതുകൊണ്ട് പറയുകയാണ്, ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശമുള്ളവർ ഇങ്ങനെയുള്ള ചീത്തത്തരം, പൊട്ടച്ചൽ, കളിവാക്ക് ഇങ്ങനെയുള്ളത് പോലും ഒഴിവാക്കിയാണെന്നല്ലേ. നാം ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ വസിക്കാൻ അനുവദിച്ചാൽ ക്രിസ്തുവും നമ്മെ അവന്റെ രാജ്യത്തിൽ വസിപ്പാനായിട്ട് ഇടയായി തീർക്കും. ഒന്നുകൂടെ പറയാം, നാം ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ വസിപ്പാൻ അനുവദിച്ചാൽ ക്രിസ്തുവും നമ്മെ അവന്റെ രാജ്യത്തിൽ വസിപ്പാൻ അനുവദിക്കും. ഇത് ക്രിസ്തുവിനെ നമ്മൾ അനുവദിക്കണം. ക്രിസ്തു തന്നെ കയറി വരത്തില്ല. അശുദ്ധമായിടത്തൊന്നും കർത്താവിരിക്കത്തില്ല. നമ്മിൽ ക്രിസ്തു വസിപ്പാൻ നാം അനുവാദം കൊടുക്കണം. അതുപോലെ തന്നെയാണ് ക്രിസ്തുവിന്റെ രാജ്യത്തിലും അശുദ്ധിയുള്ളവർക്കൊന്നും പ്രവേശനമില്ല. അങ്ങനെയുള്ളവരെ ക്രിസ്തു തൻ്റെ രാജ്യത്തിൽ വസിപ്പാൻ അനുവദിക്കുകയില്ല. വേറെ എവിടെങ്കിലുമൊക്കെ വസിക്കായിരിക്കാം, പക്ഷേ ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല. അപ്പൊ ഈ ലോകത്തിലെ ഒരു കാര്യം പറഞ്ഞെങ്കിൽ തന്നെയും ആദമും ഹൗവായും ഈ ലോകത്തിലായിരുന്നപ്പോൾ പാപം ചെയ്തിട്ടൊരു ചെറിയ ഏദൻ തോട്ടത്തിൽ നിന്ന് വരെ പുറത്താക്കി വാളുമായിട്ട് ആരെയാ നിർത്തിയിരുന്നത്? കെരൂബിനെ നിർത്തിയിരുന്നു എങ്കിൽ സ്വർഗരാജ്യത്തിൽ ഇങ്ങനെ ഒരാൾക്കും പ്രവേശനമില്ല. കർത്താവ് പറയുന്നത് പോലെ ചെയ്യുന്ന ദൈവമാണ്. അതുകൊണ്ട് സൂക്ഷിച്ചുകൊള്ളുക. നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കട്ടെ. 5:6 വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം കെട്ടവരുടെ മേൽ വരുന്നത്. വ്യർത്ഥവാക്കുകൾ, എംപ്റ്റി വേർഡ്സ്. അപ്പം മുകളിൽ പറഞ്ഞിരിക്കുന്ന ദുർനടപ്പ്, അശുദ്ധി, വിഗ്രഹാരാധന, ദ്രവ്യാഗ്രഹം ഇങ്ങനെയുള്ള പാപങ്ങളുടെ ബന്ധത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലാത്ത കാര്യങ്ങളിലല്ല. വ്യർത്ഥവാക്കുകൾ വിശുദ്ധന്മാർക്ക് ഉചിതമേ അല്ല. അത് സ്തോത്രമത്തെ നമ്മുടെ വായന്ന് വരരുതേ. പക്ഷെ ഇവിടെ വ്യർത്ഥവാക്കുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ വിധത്തിലുള്ള പാപങ്ങൾ ചെയ്യുന്നവരിലും അവർക്ക് കൂട്ടുനിൽക്കുന്നവരെയും ഉദ്ദേശിച്ചാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ പറഞ്ഞു, നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ ലൈംഗിക പാപങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ലിവിങ് ടുഗദർ, സെയിം സെക്സ് മാരേജസ്, ഇതെല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ദൈവം വെറുക്കുന്ന പാപങ്ങളാണ്. ഇങ്ങനെയുള്ളവർ ദൈവരാജ്യം അവകാശം ആക്കുകയില്ല. അധികാരത്തിൽ ഇരിക്കുന്നവർ പോലും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. നമുക്കറിയാം, ഇപ്പോൾ പള്ളികളിൽ പോലും ചർച്ചസിൽ പോലും ഇങ്ങനെയുള്ള വിവാഹങ്ങൾ നടത്തി കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം അവര് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഉണ്ടല്ലോ, ഇപ്പൊ എല്ലാത്തിനും ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യത്തിനും മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഉണ്ട്. അവര് പറയുന്നത് ശാരീരിക ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തുന്നത് ആവശ്യമാണ്. അതിനെ പിടിച്ചടക്കിയാൽ എന്തോ പറ്റും? അത് നമ്മളുടെ ആ വ്യക്തിത്വത്തിന് തന്നെ മാറ്റം വരും, വ്യതിയാനം വരും. അത് മാനസികമായ ബുദ്ധിമുട്ടുകളിലേക്ക് തിരിക്കുന്നതാണ്, അല്ലെ? മാനസിക രോഗത്തിലേക്ക് വഴിതിരിക്കുന്നതാണ്. അതുകൊണ്ട് അതിനെ അടിച്ചമർത്തരുത്. അവരെ അതുപോലെ ജീവിക്കാൻ അനുവദിക്കുക. അപ്പം അവരവരുടേതായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് അതിനെ അംഗീകരിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ആ കേൾക്കുന്ന നിങ്ങളുടെ വാക്കുകൾ ഇച്ചിരി പുടുപ്പും തുങ്ങും ഒക്കെ വെച്ച് ഇച്ചിരി വശീകരണ വാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ആരും അതിനെ കണ്ണടച്ച് ഫോളോ ചെയ്യും, അല്ലേ?
അതൊന്നുമില്ല. അങ്ങനെയുള്ളവര് ഇങ്ങനെ പറഞ്ഞിട്ട് മറ്റുള്ളവരെയും കൂടെ അതിലേക്ക് തെറ്റിക്കുന്ന അവസ്ഥയിലാക്കണം. അധർമ്മത്തെ അധർമ്മമായി കാണാതെ അതൊരു ബലഹീനതയാണെന്നും അത് ഉം, അതിനെ സപ്പോർട്ട് ചെയ്യണമെന്നും അല്ലെ അതിനെ അനുകൂലിക്കണമെന്നും അതിനെ അങ്ങനെ തന്നെ വിടണം എന്നുമുള്ള ചിന്താഗതികളും എന്താ പറയുന്ന മോട്ടിവേഷൻ സ്പീക്സും ഒക്കെ അങ്ങനെ വരുമ്പോൾ അങ്ങനെ ജനം അതിലേക്ക് വഴി തെറ്റിച്ചു പോകുന്നത്, അവർ അതിലേക്ക് പോകുവാൻ കാരണമായി തീരുന്നു. അപ്പൊ അവിടെ പറയുകയാണ് പൗലോസ് അപ്പോസ്തലൻ, വിശ്വാസികൾ ഈ വക വ്യർത്ഥവാക്കുകളിൽ ചതിപ്പെട്ടു പോകരുതേ. മറ്റുള്ളവരുടെ ആ വ്യർത്ഥമായ വാക്കുകളാൽ നാം കുടുങ്ങിപ്പോകരുതേ, നാം അതിലായി പോകരുതേ. നമുക്കറിയാം, നമ്മൾ വചനമൊക്കെ വായിക്കുമ്പോൾ പഴയ നിയമത്തിലും ഇഷ്ടം പോലെ, പക്ഷെ പുതിയ നിയമത്തിലും പൗലോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങൾ എടുത്തെടുത്ത് പറയുന്നുണ്ട്, ഇങ്ങനെയുള്ളവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. ഒന്ന് രണ്ട് വാക്യങ്ങളൊന്ന് വായിച്ചു പോകാം. 1 കൊരിന്ത്യർ 6:9-10. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരുപ്പിൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ഠാണക്കാരന്മാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഇത് പോയിട്ട് പൗലോസ് അപ്പോസ്തലൻ ലേഖനം പറഞ്ഞിട്ട് കർത്താവ് ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് പറഞ്ഞ് എഴുതി നിർത്തിയേക്കുന്ന റെവലേഷനിൽ പോലും അത് എഴുതി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളവരാരും ദൈവരാജ്യത്തില് അവകാശം ആവുകയില്ല. ഇങ്ങനെയുള്ളവർ, നമുക്ക് ഗലാത്യ ലേഖനം 6:7-8 എങ്ങനെയാ പറയുന്നത്? വഞ്ചനപ്പെടാതിരിപ്പേൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. നാം എന്താണോ വിതയ്ക്കുന്നത് അത് തന്നെ കൊയ്യും. നാം ജഡത്തിലാണ് വിതയ്ക്കുന്നത് എങ്കിൽ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ആത്മാവിൽ നിന്നാണ് വിതയ്ക്കുന്നെങ്കിൽ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. നാം എല്ലാം വിളിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാണ് നിത്യജീവന് അവകാശികളായവരാണ്. ആ വഴിയിലൂടെ തന്നെ നാം പോകേണ്ടത് ആവശ്യമാണ്. ഏത് സമയത്തും സാത്താൻ നമ്മെ തെറ്റിച്ചു കളയുവാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് വിശുദ്ധരെന്ന് വിളിച്ചു പറയുന്നവർക്കാണ് ഏറ്റവും പ്രശ്നമല്ലേ. അങ്ങനെയുള്ളവരെ പറ്റിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് നാം അതിലൊന്നും തെറ്റിപ്പോകുവാനായിട്ട് ഇടയായി തീരരുതേ. നമുക്കറിയാം, 1 യോഹന്നാന്റെ ലേഖനത്തിലെ യോഹന്നാൻ പറയുന്നു, നിങ്ങളെ ആരും തെറ്റിച്ചു കളയരുതേ, വാക്കുകളാൽ നിങ്ങൾ കുടുങ്ങിപ്പോകരുതേ. വായിക്കാം, 1 യോഹന്നാൻ 3:7-8-9 വാക്യങ്ങൾ. കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ തെറ്റിക്കരുത്. അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു. ആര് നീതിമാനായിരിക്കുന്നത് പോലെ? യേശു കർത്താവ് നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. അതാർക്കും സമ്മതിക്കാൻ പാടില്ല, പിശാചിന്റെ മകനാകുന്നു എന്ന് പറയുന്നത്. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. ആരാണ്? ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയില്ല. അപ്പൊ ആ ദൈവത്തിൽ നിന്ന് ജനിച്ചവർക്കാർക്കും പാപം ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. പാപം ചെയ്യുന്നവരാരും ദൈവരാജ്യത്തിൽ ഇല്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നമ്മളിപ്പോ എത്ര പ്രാവശ്യം കേട്ടല്ലേ? അങ്ങനെ ഓരോ പ്രാവശ്യവും വചനം വായിക്കുമ്പോഴും വചനം
വചനം കേൾക്കുമ്പോഴും ദൈവം നമ്മളോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അവിടെ എന്താ പറയുന്നത്? ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. ഈ വക നിരത്ത് ഏത് നിമിത്തം? ദുർനടപ്പ്, അശുദ്ധി, വ്യർത്ഥവാക്ക്, ചീത്തത്തരം, പൊട്ടച്ചൽ, കളിവാക്ക് എന്നിവ നിമിത്തം അനുസരണം കെട്ടമേൽ വരുന്നു. നമുക്കറിയാം വചനത്തില് പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിരിക്കുക ദുർനടപ്പരുതേ, എല്ലാം പരസംഗമരുതേ, അങ്ങനെ എല്ലാം പറഞ്ഞിരിക്കും. നമുക്ക് സംഖ്യാപുസ്തകത്തിൽ ഒന്ന് നോക്കുമ്പോൾ എടുക്കണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. സംഖ്യാപുസ്തകം 25-1 മുതൽ 9 വരെ വായിക്കുമ്പോൾ ജനം ഷിത്തീമിൽ പാർക്കുന്ന ഒരു സമയം, മരുഭൂമിയിൽ പാർക്കുന്ന ഇസ്രായേൽ ജനം മരുഭൂമിയിൽ പാർക്കുന്ന സമയത്ത് ഒരു ഇസ്രായേലിന് ഒരു മിദ്യാന്യ സ്ത്രീയെ തന്റെ പാളയത്തിലേക്ക് കൊണ്ടുവന്നു. അവിടെ സംഭവിച്ചെങ്ങനെ? ദൈവത്തിൽ നിന്നുണ്ടായ ഒരു ബാധ ഉണ്ടായിട്ട് 24,000 പേരെ ആ ബാധയാൽ നശിച്ചു പോകുവാനായിട്ട് ഇടയായി തീർന്നു. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവം സോതോമിനെയും ഗൊമോറയെയും നശിപ്പിക്കുന്നു. അപ്പം ലൈംഗിക പാപങ്ങൾ എന്തുവാ ചെയ്യുന്നത്? ദൈവകോപം അല്ലെങ്കിൽ ന്യായവിധി വരുത്തുന്നു എന്നത് മാത്രമല്ല, ശരീരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാൻ ഇടയായിത്തീരുന്നു. അപ്പം ഇങ്ങനെയുള്ളതെല്ലാം ദൈവം വെറുക്കുന്ന പാപങ്ങളാണ്. അതൊന്നും വിശ്വാസികളുടെ അല്ലെങ്കിൽ വിശുദ്ധന്മാരുടെ ഇടയിൽ പേർപറക പോലും അരുതേ. ചീത്തത്തരം, പൊട്ടച്ചൽ, കളിവാക്ക് ഒന്നും ചേർച്ചയില്ലാത്തവയൊന്നും അരുതേ. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി ഇവർക്കാർക്കും ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ അവകാശികളാകരുതേ. അതുകൊണ്ട് പിന്നെ പറയുന്നു നമ്മൾ ഇതിലൊന്നും പോകുന്നില്ലെങ്കിലും വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുതേ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അടുത്തത് വായിക്കാം, 5:7. നിങ്ങൾ അവരുടെ കൂട്ടാളികളാകരുതേ. അപ്പൊ അത് ചെയ്യരുതെന്ന് മാത്രമല്ല, അവർക്ക് കൂട്ടാളികൾ ആയാൽ പോലും, അവരെ സപ്പോർട്ട് ചെയ്താൽ പോലും ദൈവരാജ്യത്തിന് അവകാശമാകുകയില്ല. വിശ്വാസികൾ പ്രവർത്തിക്കുന്നവരുടെ കൂട്ടാളികൾ ആകരുത്. നമുക്കറിയാം 1 തീമോഥെയോസ് 5:22 പറയുന്നു, അന്യന്മാരുടെ പാപങ്ങളിൽ നാം ഓഹരിക്കാർ ആകരുത്. ഒരു പാപത്തിനും കൂട്ടുനിൽക്കാൻ പാടില്ല. അത് ദൈവമക്കൾക്ക് യോജ്യമായ അല്ലെങ്കിൽ യോഗ്യമായ കാര്യമല്ല. 1 കൊരിന്ത്യർ 5:5 പറയുന്നുണ്ട്, അങ്ങനെയുള്ളവരോട് ഭക്ഷണം കഴിക്കുക പോലും അരുത് എന്ന് പറയുന്നുണ്ട്. നമുക്കൊന്ന് വായിച്ചു പോകാം. 1 കൊരിന്ത്യർ 5:9 മുതൽ 11 വരെ. ഞാൻ വെറുതെ വായിച്ചു പോകുന്നേ ഉള്ളൂ, ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ മതി. 5:9. ദുർനടപ്പുകാരോട് സംസർഗമരുത് എന്ന് ഞാൻ എൻ്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. അത് ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടോ, അത്യാഗ്രഹികളോടോ, പിടിച്ചുപറിക്കാരോടോ, വിഗ്രഹാരാധികളോടോ അരുത് എന്നല്ലല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ലോകം വിട്ടുപോകേണ്ടി വരും. എന്നാൽ സഹോദരൻ എന്ന പേർപെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ, അത്യാഗ്രഹിയോ, വിഗ്രഹാരാധിയോ, വാവിഷ്ഠാനക്കാരനോ, മദ്യപനോ, പിടിച്ചുപറിക്കാരനോ ആണെങ്കിൽ അവരോടുകൂടെ സംസർഗമരുതേ. അങ്ങനെയുള്ളവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും അരുത് എന്ന് ഞാൻ നിങ്ങൾക്ക് എഴുതിയത്. അപ്പം ഇത് ആരെ കുറിച്ചാ പറയുന്നത്? സഹോദരൻ എന്ന പേർപെട്ട ഒരുവൻ ഇങ്ങനെയൊക്കെ ആയി തീർന്നാൽ അവരോട് സംസർഗമരുതേ, അവരോട് ഭക്ഷണം കഴിക്കുക പോലും അരുതേ. സാരമില്ല, അവരങ്ങനെ പോട്ടെ എന്ന് പറയുകയല്ല, അവർക്ക് നാം കൂട്ടാളികൾ ആകരുതേ. അപ്പം അവർക്ക് കൂട്ടാളികൾ ആകുന്നവർ ക്രിസ്തുവിന്റെ നാമത്തിന് അപവാദം വരുത്തുന്നവരാണ്. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മള് അവരുടെ ജീവിതം നശിച്ചു പോകുന്നവർക്ക് നാം കൂട്ടാളികളായിത്തീരുകയും നാം എന്തോ ചെയ്യുന്നത്? നമ്മുടെ സ്വന്തം സാക്ഷ്യത്തെ നമ്മൾ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവരോട് കൂട്ടാളികളായി നടക്കുമ്പോൾ നമ്മെ കാണുന്നത് എന്ത് പറയും? അവളോടുകൂടെ അല്ലെങ്കിൽ അവനോടുകൂടെ നടന്നവൾ അല്ലേ എന്ന് പറയും. ആ സ്വന്തം സാക്ഷ്യത്തെ നശിപ്പിക്കുകയും നാം ദൈവശിക്ഷ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നു. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. നമുക്ക് ഇനി അടുത്ത വാക്യത്തിലേക്ക് പോകാം. 5:8. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു. അതുകൊണ്ടാ പറയുന്നത്? ജാതികളിൽ നിന്നും വന്നവരായിരുന്നു.
അവർ ഇരുളായിരുന്നു. അപ്പം അവർ ഇരുളിലായിരുന്നു എന്നല്ല പറഞ്ഞ, അവർ ഇരുളായിരുന്നു. കർത്താവ് നമ്മളോടും പറയുന്നു, നമ്മളിപ്പോൾ ഇരുട്ടിലായിരുന്നു, നാം ഇപ്പോൾ വെളിച്ചത്തിലായിരിക്കുന്നു. നാം ഇരുട്ടായിരുന്നു, നാം ഇപ്പോൾ വെളിച്ചമായിരിക്കുന്നു. ഇങ്ങനെയുള്ള വലിയ ലൈംഗിക പാപങ്ങളുടെ വലിയ അപകടത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇരുട്ടിൻ്റെയും വെളിച്ചത്തിൻ്റെയും തമ്മിലുള്ള ഒരു സാദൃശ്യമാണ് പറയുന്നത്. നമുക്കറിയാം ഇരുട്ടും വെളിച്ചവും തമ്മിൽ എന്തോ ഒരു വ്യത്യാസമുണ്ടല്ലേ. അങ്ങനെയുള്ള നമ്മൾ കൂട്ടാളികളായാൽ പോലും ഇരുട്ടും വെളിച്ചവും തമ്മിലുള്ള വ്യത്യാസം പോലെ അങ്ങനെയുണ്ട്. അപ്പൊ ഇരുട്ടിലിരിക്കുന്നവർ എന്തുവാ ചെയ്യുന്നത്? ഇരുട്ടിന്റെ പ്രവൃത്തി ചെയ്യുന്നു. അവര് ഇരുട്ടിന്റെ അധികാരത്തിന്റെ അടിമത്തത്തിലാണ്, എന്ന് പറഞ്ഞാൽ പിശാചിന്റെ അടിമത്തത്തിലാണ്. അപ്പം നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ നമുക്ക് കാണുന്നുണ്ട്, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് കർത്താവ് പറഞ്ഞ എന്താ? നിങ്ങള് പിശാചിന്റെ മക്കള്, നിങ്ങളുടെ അപ്പന്റെ പ്രവൃത്തികളെ നിങ്ങൾ ചെയ്യുന്നെന്നാ പറയുന്നത് അല്ലേ. അപ്പൊ നമ്മൾ പറയും അങ്ങനെയുള്ളവരൊന്നും അല്ലെന്ന് പറയും. പക്ഷെ കർത്താവ് പറയുന്നുണ്ട് അവരെ പിശാചിന്റെ മക്കളാണ് എന്ന് പറയുന്നു. ഇവിടെ ഇരുട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ പാപം ചെയ്യുന്ന മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. വെറും ഇരുട്ടിനെ കുറിച്ചല്ല, പാപം ചെയ്യുന്ന മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമുക്കറിയാം, നമ്മളിപ്പോൾ വായിച്ചതായിരുന്നു 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിലെ വലിയ കുറെ പാപങ്ങളെ കുറിച്ച് പറഞ്ഞല്ലേ. ദുർനടപ്പ്, അശുദ്ധ, വിഗ്രഹാര്യ സ്വഭാവങ്ങൾ, വാവിഷ്ഠാനക്ക, മദ്യ, അങ്ങനെ ഒത്തിരിയും പേര് പറഞ്ഞിട്ട് അവരോട് പറയുക, നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ജീവിതം ഇപ്പോൾ ദുർനടപ്പിനല്ല, നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം ഇപ്പോൾ കർത്താവിനുള്ളതത്രേ. അപ്പം നിങ്ങൾ പണ്ട് അങ്ങനെയായിരുന്നു. നമുക്കറിയാം കൊരിന്ത്യ സഭയിലും അങ്ങനെയുള്ള വിഗ്രഹാരാധനയുടെ പുറയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നിരുന്നു. അവയിൽ നിന്നൊക്കെ രക്ഷിക്കപ്പെട്ട ദൈവത്തെങ്കിലേക്ക് വന്നതാണ്. ഇനി നിങ്ങളുടെ ശരീരം ദുർനടപ്പിനല്ല, നിങ്ങളുടെ ശരീരം ദൈവത്തിനുള്ളതാണ്. വായിക്കാം 1 കൊരിന്ത്യർ 6:11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു, എങ്കിലും നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും ഞാൻ യാതൊന്നിനും അധീനനാകയില്ല. അല്ല, നമ്മുടെ എന്നിട്ട് പറയുന്നു, ശരീരമോ ദുർനടപ്പിനല്ല, കർത്താവിനത്രേ, കർത്താവ് ശരീരത്തിനും. അപ്പം നമ്മുടെ ശരീരങ്ങൾ ദൈവത്തിന്റെ, ക്രിസ്തുവിന്റെ അവയവങ്ങളാണ് എന്ന് താഴോട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. അതുകൊണ്ട് അത് എല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങൾ, അതുകൊണ്ട് ഞാൻ അവിടെ പറയുന്നില്ല. അപ്പം നമുക്ക് പറയാം, നമ്മളൊക്കെ വിശ്വാസികളല്ല, ഇങ്ങനെയൊന്നും നമ്മുടെ ഇടയിലൊന്നും കാണുന്നില്ലെന്ന് പറയുന്നത്. പക്ഷെ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിലും നമ്മുടെ സഭാ മേഖലകളിലും ഒക്കെ കാണുന്ന പാപങ്ങളാണ്. അത് എല്ലാവരും കണ്ണടച്ചുകയാണ്. അവിടെ പറയുന്നത് അവർ കൂട്ടാളികൾ ആകരുതേ എന്ന് പറയുന്നുണ്ട്. അപ്പം പാപികളും അവിശ്വാസികളും അങ്ങനെയുള്ള ഒരാൾക്കാർക്കും ദൈവത്തിന്റെയും ക്രിസ്തുവിന്റെയും രാജ്യത്തിൽ അവകാശികൾ ആവുകയില്ല. അങ്ങനെയുള്ളവരെല്ലാം ഇരുട്ടിലാണ് ഇരിക്കുന്നത്. ക്രിസ്ത്യാനികൾ വെളിച്ചത്തിൽ നടക്കുന്നവർ എന്ന് മാത്രമല്ല, അവർ വെളിച്ചമായിരിക്കും. കർത്താവ് പറയുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അപ്പം ദൈവം വെളിച്ചമായിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ മക്കളും വെളിച്ചമാണ്. ഇരുട്ടിന്റെ അധികാരത്തിൽ നമ്മെ വെടിവെച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രൻ രാജ്യത്തിലാക്കി വെച്ചിട്ട് വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശം എന്തൊക്കെയുണ്ടോ അതൊക്കെ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ അവകാശങ്ങളെയും നമ്മുടെ പൊസിഷൻസിനെയും ഒക്കെ കുറിച്ചിട്ട് എഫേസ്യ ലേഖനം മുഴുവൻ പറഞ്ഞ, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നമ്മെ നിറച്ചിട്ട് നമ്മെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച അവസ്ഥയിൽ നമ്മെ വിടുവിച്ച് എവിടെയായിരുത്തിയേക്കുന്നേ? ക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിലിരിക്കുന്നവരാണ് നമ്മളല്ലേ. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലിരിക്കുന്നവർ എന്തോ ചെയ്യുന്നത്? വിശുദ്ധമായത് മാത്രം ചെയ്യുന്നവരാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ അശുദ്ധിയൊന്നും വരുവാനായിട്ട് ഒക്കുകയില്ല. അശുദ്ധമായതൊന്നും നമ്മുടെ ജീവിതത്തിൽ പറക പോലും അരുത്, പറക പോലും അരുത്. 1 യോഹന്നാൻ 1:5 മുതൽ അവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു, ദൈവം വെളിച്ചമാകുന്നു. ഞാൻ വായിക്കാം, 1 യോഹന്നാൻ 1:5 മുതൽ. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഒട്ടും ഇരുട്ടില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാണ്.
അവനോട് കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്കു പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. അവൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ, ആര്? ദൈവം വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അധർമ്മത്തിൽ നിന്നൊക്കെ വിടുവിച്ച് തന്റെ പുത്രന്റെ രക്തത്താൽ നമ്മളെ കഴുകി വിശുദ്ധരാക്കി തീർത്തപ്പോൾ നമ്മൾ വിശുദ്ധിയിൽ വസിക്കേണ്ടവരാണ്. നാം വെളിച്ചത്തിൽ വസിക്കേണ്ടവരാണ്. വെളിച്ചത്തിൽ വസിക്കേണ്ടവരെന്ന് മാത്രമല്ല, നാം വെളിച്ചമാണ്. ഇരുട്ടിലിരിക്കുന്നവർക്കൊക്കെ വെളിച്ചം പകരേണ്ടതാണ്. വെളിച്ചത്തിന്റെ സ്വഭാവം എന്താ? ഇരുട്ടിനെ മാറ്റുമെന്ന് മാത്രമല്ല, ആ വെളിച്ചവും ഇരുളും തമ്മിൽ ഒരിക്കലും കൂടിക്കലരുകയുമില്ല. അപ്പം നമ്മെ ഈ ലോകത്തിൽ വെളിച്ചമായി വെച്ചിരിക്കുമ്പോൾ നാം ആയിരിക്കുന്ന സ്ഥലത്ത് നാം വെളിച്ചമായിട്ട് പ്രകാശിക്കുക. അതുപോലെ തന്നെ ആ ലോകത്തിൻ്റെ അശുദ്ധിയൊന്നും നമ്മിൽ കലരാനും പാടില്ല. നമ്മള് തണ്ടിന്മേൽ വെച്ച വിളക്ക് പോലെ പ്രകാശിക്കുന്നവരായിരിക്കണം. പക്ഷെ നമ്മുടെ ചുറ്റും നടക്കുന്നതൊന്നും നമ്മുടെ ജീവിതത്തിൽ കലരുവാനായിട്ട് പാടില്ല. വെളിച്ചവും ഇരുട്ടും തമ്മിൽ വ്യത്യാസമുള്ളതുപോലെ വെളിച്ചം എങ്ങനെ ആയിരിക്കുന്നു? വെളിച്ചത്തിൽ ഇരുട്ടിന് കലരാൻ വെളിച്ചം അനുവദിക്കാത്തതുപോലെ ഇരുട്ടിനെ പൂർണ്ണമായും നീക്കിക്കളയും. പക്ഷേ വെളിച്ചത്തിലൊട്ടും ഇരുൾ വസിക്കയില്ല. അങ്ങനെയെങ്കിൽ നാം വെളിച്ചമാകുവാൻ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുമ്പോൾ ഈ ലോകത്തിന്റെ യാതൊന്നും നമ്മിൽ കലരുവാനായിട്ട് പാടില്ല. അത് അനുവദിക്കരുത്. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. അന്യോന്യൻ ഭാരങ്ങളെ ചുമക്കൻ. ഒരുവൻ തെറ്റിലകപ്പെട്ടു പോയാൽ ആത്മീയരായ നിങ്ങൾ സൗമ്യതയുടെ ആത്മാവിനെ യഥാസ്ഥാനപ്പെടുത്തണമെന്നൊക്കെ പറയുന്നത്. പക്ഷെ അവനെ യഥാസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മളും പരീക്ഷയിൽ അകപ്പെടാൻ പോരുത്. അതുകൊണ്ട് നിങ്ങളും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. 5-ന്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ. 5-ന്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ഈ 2 വാക്യങ്ങളിൽ വെളിച്ചത്തിൽ വരുന്ന അല്ലെങ്കിൽ വെളിച്ചത്തിലുള്ളവരുടെ പ്രത്യേകത പറയുന്നു. അവരെ ഒന്നാമത് എന്താ പറയുന്നത്? അവര് കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിക്കുന്നു. എന്നിട്ട് അവരെ വെളിച്ചത്തിന്റെ ഫലം പുറപ്പെടുവിക്കുന്നു. അങ്ങനെയാ എവിടെയാ പരിശോധിക്കുന്നത്? കർത്താവിന് പ്രസാദമായത് എന്തെന്ന് എവിടെയാ പരിശോധിക്കുന്നത്? നമ്മുടെ ലോകത്തിലാണോ നമ്മൾ പരിശോധിക്കുന്നത്? അല്ല, നമ്മൾ വചനത്തിലാണ് നാം അത് പരിശോധിക്കുന്നത്. വചനം പഠിച്ചാൽ മാത്രമേ ദൈവത്തിന് പ്രസാദമായത് എന്തെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ അവരത് പറഞ്ഞു, അവരിത് പറഞ്ഞു, ഞങ്ങളുടെ അച്ഛൻ അത് പറഞ്ഞു, ഞങ്ങളുടെ പാസ്റ്റർ അത് പറഞ്ഞു, അങ്ങനെയല്ല നമ്മൾ നടക്കേണ്ടത്. വചനത്തിനനുസരിച്ച് വചനം പഠിക്കുന്നവരായിരിക്കണം. എന്നാൽ മാത്രമേ നാം ദൈവത്തിന് പ്രസാദമുള്ളത് എന്തെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പം നാം വെളിച്ചത്തിന്റെ ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കണം. അപ്പൊ എല്ലാം നാം പരിശോധിക്കണം. നമ്മുടെ സകല ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും പരിശോധിക്കണം. ഒന്നുകൂടെ പറയാം, സകല ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും പരിശോധിക്കണം. നാം വാക്കുകളും പ്രവൃത്തികളും പരിശോധിക്കുമായിരിക്കും, പക്ഷേ ചിന്തകളെ എത്ര പേര് പരിശോധിക്കും? അതാണ് ഏറ്റവും. ചിന്തകളിൽ നിന്നാണ് എല്ലാം ആരംഭിക്കുന്നത്, അല്ലേ? അത് സാരമില്ല, ആരും അറിയത്തില്ല. പക്ഷെ കർത്താവ് പറയുന്നുണ്ട്, നീ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ഞാൻ അറിയുന്നു, അല്ലേ? നിന്റെ നിരൂപണങ്ങളൊക്കെയും ഞാൻ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്ന കർത്താവ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചിന്തകളെയും നാം ശോധന ചെയ്യേണ്ടതാണ്. നമ്മുടെ ചിന്തകൾ കർത്താവിന് പ്രസാദകരമായിട്ട്, അയ്യോ എൻ്റെ ചിന്തകൾ എന്താ ചെയ്യാൻ ഇങ്ങനെ വരുന്നതാണെന്ന് നമുക്ക് പറയാനൊക്കോ? അങ്ങനെ വരുന്നതാണ്. നമ്മൾ ജഡത്തിൽ ജീവിക്കുന്നവരാണ്. പക്ഷേ അതിനെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നതിനെ എല്ലാ ചിന്തകളെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്താൽ പിടിച്ചെടുക്കും. അപ്പം ദൈവവചനം പഠിക്കുന്നത് നിങ്ങൾക്കൊക്കെ പ്രയോജനമുണ്ട്. ഞാൻ പറയുമ്പോഴേ എല്ലാവരും പറയുന്നുണ്ട്, നാം ക്രിസ്തുവിനോടുള്ള ഏത് സങ്കല്പങ്ങളെയും വ്യർത്ഥമായ എല്ലാ സങ്കല്പങ്ങളെയും
ക്രിസ്തുവിനോടുള്ള അനുസരണത്താൽ പിടിച്ചടക്കുന്നവരായിരിക്കണം. വ്യർത്ഥ ചിന്തകൾ നമ്മുടെ മനസ്സിൽ വന്നാൽ നാം മുളയിലെ അതിനെ നുള്ളിക്കളയണം. കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ മതി, ആ സമയം വചനം പഠിച്ചാൽ മതി അല്ലേ. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണ്. നമ്മൾ ആരോടും പറയേണ്ട കാര്യമില്ല. നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ശോധന ചെയ്ത ദൈവത്തിൽ നാം എല്ലാം സമർപ്പിക്കുമ്പോൾ നമ്മുടെ വ്യർത്ഥമായ ചിന്തകളെയൊക്കെയും ദൈവം മാറ്റിത്തരും. അപ്പം ആ വ്യർത്ഥമായ ചിന്തകളെ മാറ്റിക്കഴിഞ്ഞ് എന്തും കൊണ്ടാണ് നമ്മുടെ ഹൃദയം നിറയ്ക്കേണ്ടത്? സ്തോത്രം കൊണ്ട് നിറയ്ക്കണം, വചനം കൊണ്ട് നിറയ്ക്കണം. ഇനി ഇപ്പം നമ്മുടെ ജീവിതത്തിലെ സംഭാഷണങ്ങൾ, നമ്മുടെ വാക്കുകൾ നാം ശോധന ചെയ്യണം. പുറത്തു വരുന്നതിന് മുമ്പേ അതിനെ ശോധന ചെയ്ത് അതിനും പുറത്തേക്ക് വരാനുള്ളത്. നമ്മൾ ഈ ശലോമോൻ ആലയമൊക്കെ പണിഞ്ഞ സമയത്ത് വെട്ടുകുഴിയിൽ വെച്ച് തന്നെ എല്ലാ കാര്യങ്ങളും തീർത്ത മിനുക്കുപടി എല്ലാം ചെയ്ത് അകത്ത് വന്നതായല്ലേ. അതുപോലെ തന്നെ നമ്മൾ പുറത്തേക്ക് പറയാൻ വരുന്ന വാക്കുകളെ ചോദന ചെയ്തിട്ട് വേണം സംസാരിക്കുവാൻ. ചിലവരൊക്കെ നമുക്കറിയാലോ, ചില ആൾക്കാരൊക്കെ ഈവൻ പൊളിറ്റീഷ്യൻസ് ആണെങ്കിലും സംസാരിക്കുമ്പോൾ ആലോചിച്ച് പറയുന്നവരുണ്ടല്ലോ. നമ്മളെങ്ങനെ വ്യർത്ഥവാക്കുകളൊന്നും പറയരുത്, ആലോചിച്ച് പറയണം. ഇതൊക്കെ ദൈവമക്കളുടെ വിശുദ്ധന്മാരുടെ വായിൽ വരാൻ കൊള്ളാവുന്ന വാക്കുകളാണോ എന്ന് ശോധന ചെയ്തിട്ട് വേണം പുറത്തേക്ക് ആ വാക്കുകളൊക്കെ വരാന്. അതുപോലെ നമ്മുടെ ഡേ ടു ഡേ വാക്ക്, നമ്മുടെ ജീവിത നിലവാരവും അതുപോലെ ആയിരിക്കണം. വിശുദ്ധന്മാർക്ക് ഉചിതമായിരിക്കണം. വസ്ത്രങ്ങൾ, നാം ധരിക്കുന്ന വസ്ത്രങ്ങൾ വിശുദ്ധന്മാർക്ക് ഉചിതമായിരിക്കണം. കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ കൊള്ളാവുന്നതാണോ എന്ന് നാം നോക്കണം. നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ ക്രിസ്തു കൂടെ ഇരുന്ന് വായിക്കാൻ കൊള്ളാമോ എന്ന് നോക്കുന്നതായിരിക്കണം. നാം തിരഞ്ഞെടുക്കുന്ന ജോലി സ്ഥലങ്ങൾ, നമുക്കറിയാം ഇപ്പോഴൊക്കെ കാലങ്ങളിലൊക്കെ പല 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 കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് ഞാൻ പേരുകളൊന്നും പറയുന്നില്ല. വിശ്വാസികളെന്ന പേർപെട്ട പോലും ചില ഷോപ്പുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നു. അതൊക്കെ നമുക്ക് യോഗ്യമാണോ എന്ന് നാം ചിന്തിക്കണം. നമ്മളുടെ വ്യാപാര മേഖലകൾ ചിന്തിക്കണം. നമ്മളുടെ ആനന്ദങ്ങൾ നാം ചിന്തിക്കണം. നമ്മുടെ ഹോബികൾ, നമ്മുടെ വിനോദങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ വെക്കേഷൻസ്, നാം എവിടെ പോകുന്നെന്ന് നാം നോക്കണം. നമ്മുടെ കൂട്ടുകാർ ആരായിരിക്കണമെന്ന് നാം നോക്കണം. നമ്മുടെ വാഹനങ്ങൾ, നമ്മുടെ കായിക കാര്യങ്ങൾ, ഇതെല്ലാം നാം ശോധന ചെയ്യണം. വിശ്വാസി എന്ന വേർപെട്ട ഒരുവൻ ഈ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ ജീവിക്കേണ്ടവരല്ല. എല്ലാ കാര്യങ്ങളിലും, ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും നാം അങ്ങനെ ചിന്തയുള്ളവരായിരിക്കണം. നമ്മൾ ജോലി സ്ഥലങ്ങൾ, ജോലിയൊക്കെ ചെയ്യുന്നവരാണ്. പക്ഷേ അങ്ങനെയുള്ളവരെ മാറ്റി നിർത്തും. സാരമില്ല, അത് ഒരു കുഴപ്പവുമില്ല. അതുകൊണ്ട് നമ്മൾ വിഷമിക്കുകയേ വേണ്ട. നാം മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്, കർത്താവിനെ പ്രസാദിപ്പിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഈ 10-15 വർഷമായിരിക്കും ഞാൻ അല്ലെങ്കിൽ കുറച്ചു കാലം കൂടെ ആയിരിക്കും ഇനിയിപ്പോൾ ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ പോട്ടെ എത്ര ആളിൽ നാം ലോകത്തിൽ ജീവിക്കുന്നത്. പക്ഷേ എൻ്റെ ഈ ലോകത്തിലെ ജീവിതം കഴിഞ്ഞ് എനിക്ക് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്ത ഒരുവനോട് കൂടെയാണ് ഞാൻ ജീവിക്കല്ലേ. ക്രിസ്തുവിൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നവരാണ് നാം. ആ രാജ്യത്തെ ജീവിക്കുന്നതിന് യോഗ്യമായ ജീവിത നിലവാരമായിരിക്കണം നമ്മുടെ ഈ ലോകത്തിലെ ജീവിതത്തിൽ. നമ്മൾ എവിടെ ഇരിക്കുന്നത്? ഭൂമിയിലാണ് ഇരിക്കുന്നതെങ്കിലും നാം പൊസിഷനായിട്ട് എവിടെയായിരിക്കുന്നവരാ? സ്വർഗത്തിലിരിക്കുന്നവരാണ്. അപ്പൊ സ്വർഗത്തിന്റെ പ്രവൃത്തി, വെളിച്ചത്തിന്റെ പ്രവൃത്തി ആയിരിക്കണം വേർപെട്ടവരിൽ ഉണ്ടാകുവാനായിട്ട്. നമ്മുടെ ഓരോ പ്രവൃത്തിയും ശോധന ചെയ്യണം. പത്രോസിന്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, 1 പത്രോസ് 5:8, നിർമ്മതരായിരിപ്പേൻ. 1 പത്രോസ് 5:8 മുതലുള്ള വാക്യങ്ങൾ. നിർമ്മതരായിരിപ്പേൻ, ഉണർന്നിരിപ്പേൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആവക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി
അവനോട് എതിർത്ത് നിൽപ്പിൻ. പിശാചിനോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടത് നാം എന്തോ ചെയ്യണം? ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചു കൊള്ളണം. വിശ്വാസം എന്ന പരിചയല്ലേ? വചനമെന്ന ആത്മാവിന്റെ വാളൊക്കെ നമ്മുടെ കയ്യിൽ കാണണം. വാള് കാണണമെങ്കിൽ വാള് നമ്മൾ എടുത്താലല്ല ഒക്കത്തുള്ളൂ. വാളെടുക്കണമെങ്കിൽ എന്തോ ചെയ്യണം? വചനം വായിക്കണം, ദിവസം പഠിക്കണം, കാണാതെ പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിനോട് എതിർത്ത് നിൽപ്പാനായിട്ട് കഴിയത്തുള്ളൂ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ എതിർത്ത് നിൽക്കുന്ന എന്തിനാ? ആ ഹൃദയത്തിൽ നാം എന്താ നിറച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് നാം എതിർത്ത് നിൽക്കേണ്ടത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം 12-ാം അധ്യായത്തിൽ 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ അവരോട് ഈ ഉള്ള ഡോക്ട്രിൻസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട്, നിങ്ങൾ എവിടെയായിരുന്നു, അവിടുന്നൊക്കെ നിങ്ങളെ വേർതിരിച്ചു, ആ യഹൂദന്മാരെയൊക്കെ കുറച്ച് നാളത്തേക്ക് കൈവിട്ട് കഴിഞ്ഞിട്ട് ജാതികളായ നിങ്ങളെ വേർതിരിച്ച് ദൈവരാജ്യത്തിൽ അവകാശമാക്കിയിട്ട് ഇങ്ങനെ എഴുതിയിട്ട് എല്ലാം എഴുതി കഴിഞ്ഞിട്ട് 11 അധ്യായങ്ങളും കംപ്ലീറ്റ് ആയിട്ട് 12-ാമത്തെ അധ്യായം തുടങ്ങുന്നത് എങ്ങനെയാ? സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവോർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിനു പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിനു പ്രസാദവുമുള്ള യാഗമായി അർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ചിന്തകളെ നാം ശോധന ചെയ്യണം. നമ്മളുടെ കർത്താവിന് പ്രസാദമുള്ളത് മാത്രം പരിശോധിച്ചുകൊണ്ട് നാം വെളിച്ചത്തിനുള്ളവരായി നടക്കണം. വിശുദ്ധന്മാരിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അരുതേ. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികൾക്ക് നാം കൂട്ടാളികൾ ആകരുതേ. 5:10 സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. വെളിച്ചത്തിന്റെ ഫലം ആദ്യം എന്ത്? ദൈവത്തിന് പ്രസാദമുള്ളത്. 9-ാം വാക്യത്തിൽ പറഞ്ഞു, ദൈവത്തിന് പ്രസാദമുള്ളതെന്ന് പരിശോധിക്കണം, ഫലമുണ്ടാകണം, അല്ലെ? വെളിച്ചത്തിന്റെ ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കണം. ഇവിടെ പറഞ്ഞു സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. അപ്പം സകല സൽഗുണം, സകല സാൻമാർഗിക മാർഗങ്ങളും അതിൽ ഉൾപ്പെടുന്നു. ദൈവികമായ സ്വഭാവങ്ങൾ, നമുക്ക് പറഞ്ഞ ആത്മാവിന്റെ ഫലങ്ങൾ, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയാപരം, അങ്ങനെ തുടങ്ങിയ ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായിരിക്കണം ദൈവത്തിന്റെ മക്കൾ. അങ്ങനെയുള്ളവരിലാണ് ദൈവപ്രസാദം ഉണ്ടാകുന്നത്. ദൈവത്തിന് പ്രസാദമെന്ന് പരിശോധിക്കണം. അപ്പൊ അവിടെ പറയുന്നു നീതി. ദൈവവും മനുഷ്യനും തമ്മിലുള്ള മനുഷ്യനും ദൈവവും മനുഷ്യനും തമ്മിലുള്ള എല്ലാ ഇടപാടിലും നാം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നാം നീതി പുലർത്തുന്നവരായിരിക്കണം. മനുഷ്യരോട് മാത്രമല്ല, ദൈവത്തോടും നാം നീതി പുലർത്തുന്നവരായിരിക്കണം. സത്യം അറിയാമല്ലോ, സത്യസന്ധവും വാസ്തവവുമായ കാര്യങ്ങൾ മാത്രം നാം പ്രവർത്തിക്കുക, സത്യത്തിന് മാത്രം കൂട്ടുനിൽക്കുക. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികൾക്ക് നാം കൂട്ടാളികൾ ആകരുത്. നാം അത് ചെയ്തില്ലെങ്കിലും നാം അതിന് കൂട്ടാളികൾ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്താൽ പോലും നാം എവിടെ പോകത്തില്ല? ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിന് നാം അവകാശികൾ ആവുകയില്ല. അത് വചനം പറയുന്നതാണ്. നമ്മളെ ഓണസ്റ്റി ആൻഡ് ഇന്റഗ്രിറ്റി, അതാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കൊരിന്ത്യലേഖനം പറയുന്നു, ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്ന് തന്നെ. വിശ്വസ്തതയാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പം ഞാൻ ആരാണെന്നറിഞ്ഞ് അതിൻ്റെ പ്രവൃത്തി ചെയ്യുക, അല്ലേ? നാം ആരാണ്? ദൈവത്തിന്റെ മക്കളാണ്. ആ പ്രവൃത്തികൾ ചെയ്യുക. ഇനി 11-ാം വാക്യത്തിലേക്ക് പോകാം. പെട്ടെന്ന് പോകാം. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്, അവയെ ശാസിക്കുകയത്രേ വേണ്ടത്. അപ്പൊ ഇരുട്ടിന്റെ 9-ഉം 10-ഉം വാക്യങ്ങളിൽ പറഞ്ഞ ഒരു വിശ്വാസി എങ്ങനെയായിരിക്കണം? ദൈവത്തിന് പ്രസാദമുള്ളത് ഇന്നതെന്ന് നാം പരിശോധിക്കണം. അതുകൊണ്ട് വെളിച്ചത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുക, അതിന്റെ ഫലമുണ്ടാകണം. സത്യവും നീതിയും സകല സദ്ഗുണവുമല്ലോ വെളിച്ചത്തിന്റെ ഫലമെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, നാം ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികൾക്കൊന്നും കൂട്ടാളികൾ ആകരുത്, വെളിച്ചത്തിലുള്ളവരായി ഇരിക്കണം, വെളിച്ചത്തിൽ നടക്കണം. അപ്പം വെളിച്ചത്തിൻ്റെതായ ഫലങ്ങൾ നമ്മൾ നിറഞ്ഞു നിൽക്കണം.
അപ്പം അങ്ങനെയുള്ളവരാരും ഇരുട്ടിന്റെ പ്രവൃത്തി, ഇരുട്ടെന്ന് പറയുന്നത് തന്നെ അന്ധകാരം, സാത്താന്റെ ലോകത്തിലാണ്, ഇരുട്ടിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ളവരെ നോക്കുമ്പോൾ ഒരിക്കലും അവർ നല്ല ഫലം പുറപ്പെടുവിക്കുന്നവരല്ല. നാം പൂർണ്ണരായിത്തീരണം. നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവേൻ. അപ്പം വെളിച്ചത്തിൽ നടക്കുന്നവരെല്ലാം ഇരുട്ടിന്റെ പ്രവൃത്തി ചെയ്യുകയില്ല. നമ്മൾ ഒരു കാലത്ത് ഇരുട്ടിന്റെ അധികാരത്തിലായിരുന്നു. അവിടുന്ന് ദൈവം നമ്മെ തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചുകയാണ്. അപ്പം നാം ഇരുളായിരുന്നു, അവിടുന്ന് നമ്മെ വെളിച്ചത്തിലാക്കി, നാം വെളിച്ചമായി തീർന്നിരിക്കുക. അതുകൊണ്ട് നമ്മൾ ഇരുട്ടിന്റെ ദുഷ്ഫല പ്രവൃത്തികൾക്ക് കൂട്ടാളികളാകരുത്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ചില ജഡത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് പറയുന്നുണ്ട്. വായിച്ചുവിടാം. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, മറ്റേതൊന്നും ഇല്ലെങ്കിലും പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. അപ്പം ഈ ലിസ്റ്റുകൾ കൂടി വരിക അല്ലേ, ദൈവരാജ്യം അവകാശമാക്കാത്തവരുടെ. അപ്പം നമ്മൾ ഓരോ വാക്കും പ്രവൃത്തിയും ശോധന ചെയ്താൽ മാത്രമേ ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിലേക്ക് നമ്മൾ അവകാശികളായി തീരുകയില്ല. നമുക്ക് റോമാലേഖനം 6:12 പൗലോസ് ചോദിക്കുന്നു, നിങ്ങൾക്ക് അന്ന് രക്ഷയിലേക്ക് വരുന്നതിന് മുമ്പേ എന്ത് പ്രയോജനം ഉണ്ടായിരുന്നു? അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് എന്തോ ഫലമായിരുന്നു നിങ്ങളുടെ? ഇപ്പം നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെയാണ് അല്ലേ? അന്നത്തെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ നമുക്ക് നമ്മുടെ പ്രവൃത്തിയിൽ കണ്ട് ലജ്ജ തോന്നുന്നില്ല. ഇത് ദൈവത്തിന്റെ മക്കൾക്ക് കൊള്ളാവുന്നതാണോ? അപ്പോ എപ്പോഴും നമുക്ക് ലജ്ജ തോന്നുന്നവരായിരിക്കണം. നാം ഇരുട്ടിലുള്ളവരല്ല, നാം വെളിച്ചത്തിന് ഉള്ളവരാണ്. കുറച്ച് വാക്യങ്ങൾ മാത്രം വായിച്ചു പോകാം. 2 തീമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായം 5 മുതൽ 5-6 വാക്യങ്ങൾ അവിടെ പറയുന്നു. ഇങ്ങനെയുള്ളവർ, ഇവക പ്രവർത്തിക്കുന്നവർ ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരായിരിക്കും. വിശ്വാസി എന്ന പേരുണ്ട്, പുറമെ ചെന്നായുടെ തോലൊക്കെ അണിഞ്ഞിട്ട്, ആട്ടിൻകുട്ടിയുടെ തോലൊക്കെ അണിഞ്ഞിട്ട് ചെന്നായായിരിക്കും എന്നാണ് അവിടെ പറയുന്നത്. വായിക്കാം. 2 തീമോഥെയോസ് 3:5-6 വാക്യങ്ങൾ. ദൈവപ്രിയമല്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. വീടുകളിൽ നൂണുകടക്കയും പാപങ്ങളെ ചുമന്നുകൊണ്ട് നാനാമോഹങ്ങൾക്കും അധീനരായി പലപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിപ്പാൻ കഴിയാത്ത പെണ്ണുങ്ങളെ സ്വാധീനമാക്കുകയും ചെയ്യുന്നവർ ആ കൂട്ടത്തിലായിരിക്കും. സ്ത്രീകൾ പെട്ടെന്ന് അകപ്പെട്ടു പോകുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിപ്പാൻ കഴിയാത്ത പെണ്ണുങ്ങളെ സ്വാധീനമാക്കുക. അത് പെണ്ണുങ്ങളെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, ആണുങ്ങളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അപ്പം ചില ആണുങ്ങളുടെ സ്വഭാവം പെണ്ണുങ്ങളുടെ സ്വഭാവം തന്നെയാ അല്ലേ? പരിജ്ഞാനമില്ലാത്തവർ എത്ര കേട്ടാലും പഠിക്കുകയില്ല, പിന്നെയും വഴിതെറ്റിലേക്ക് പോകത്തുള്ളൂ. അങ്ങനെയുള്ളവരാരും അവര് ഭക്തിയുടെ വേഷം ധരിക്കുക മാത്രമേ ഉള്ളൂ. അവര് ഭക്തരല്ല. അവര് ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തിയെ ത്യജിക്കുന്നവരായിരിക്കും. അവരൊക്കെയും യോഹന്നാൻ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, 3-ാം അധ്യായത്തില്, അങ്ങനെയുള്ളവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഇരുട്ടിനെയാണ് സ്നേഹിക്കുന്നത്. അവരൊരിക്കലും വെളിച്ചത്തെ സ്നേഹിക്കരുത്. അവരോട് പറയുന്നു, അവർക്ക് കൂട്ടാളികൾ ആകരുത്. ഇംഗ്ലീഷ് പറയുന്നത് ഡു നോട്ട് പാർട്ടിസിപ്പേറ്റ്, അല്ലെങ്കിൽ നോ ഫെലോഷിപ്പ്. അവരോടൊന്നും കൂട്ടാളികൾ ആകരുത്. അവരോട് നമുക്ക് അവരോട് അകന്നു നിൽക്കണം. നമ്മൾ മുമ്പേ വായിച്ച വാക്യമാണ്, സഹോദരൻ എന്ന പേർപ്പെട്ട ഒരുവൻ പോലും അങ്ങനെ ആയിരുന്നാൽ അവനോടുകൂടെ ഭക്ഷണം കഴിക്കുക പോലും അരുതേ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുതെന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ? വായിച്ചു പോകാം. 2 കൊരിന്ത്യർ 6:14 മുതൽ വാക്യങ്ങൾ ഒത്തിരി വാക്യം വായിച്ചു പോകുന്നുണ്ടെന്നാ വായിക്കാം. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുതേ. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തോ ഒരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളിനോട് എന്തോ ഒരു കൂട്ടായ്മ, ക്രിസ്തുവിനും ബലിയാലിനും
തമ്മിൽ എന്തൊരു പൊരുത്തം അല്ല. വിശ്വാസിക്ക് അവിശ്വാസിയോട് എന്ത് യോഹരി. ദൈവത്തിന് വിഗ്രഹങ്ങളോട് എന്ത്, സോറി, ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോജിത. നാം ആരാ? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ നടുവിൽ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകുമെന്ന് കർത്താവ് ദൈവം അരുളി ചെയ്യുന്നുവല്ലോ. അതുകൊണ്ട് എന്നാ പറയുന്നത്? അവരുടെ നടുവിൽ നിന്ന് വേർപെട്ടിരിപ്പേൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായത് ഒന്നും തുടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പൊ നാം അശുദ്ധിയിൽ നിന്ന് നമ്മെ വീണ്ടെടുത്ത് വിശുദ്ധിയിലേക്കായിത്തീരുക, വിശുദ്ധനായ ദൈവത്തിന്റെ രാജ്യത്തിലേക്കായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് വിശുദ്ധമായത് മാത്രം നാം പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് പറഞ്ഞ, നിങ്ങളെല്ലാത്തിൽ നിന്നും അശുദ്ധമായതൊന്നും തുടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ഞാൻ നിങ്ങൾക്ക് പിതാവുമായിരിക്കുമെന്ന് സർവശക്തനായ ദൈവം അരുളി ചെയ്യുന്നു. നമുക്ക് അവരോടൊന്നും, വിശ്വാസികൾക്ക് അവരോടൊന്നും ഒരു ഫെലോഷിപ്പും പാടില്ല. അവർക്ക് കൂട്ടാളികൾ ആയിത്തീരരുത് എന്ന് പറയുന്നത്. പിന്നെ അവിടെ പറയുന്നു, അവയെ ശാസിക്കുകയത്രേ ചെയ്യുന്നത്. ഇംഗ്ലീഷ് പറയുന്നത് എക്സ്പോസ് ദം, അവരെ എക്സ്പോസ് ചെയ്യണം. അപ്പം നമ്മളത് ചെയ്യുന്നില്ല, പോട്ടെ, നമ്മളതിന് കൂട്ടാളികളാകുന്നില്ല. ഇവിടെ എന്തോ പറയുന്നേ? നിങ്ങൾ സൈലന്റ് ആയിരിക്കരുതെന്ന്, നിങ്ങൾ നിശബ്ദരായിരിക്കരുതെന്ന്, അവയെ ശാസിക്കുക അത്രേ വേണ്ടത്. അവിടെ പറയുന്നുണ്ട്, സാരമില്ല, അവരങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോകട്ടെ, നമ്മളങ്ങ് വിട്ടേക്കാം, നമ്മളങ്ങ് കണ്ണടച്ച് കളയാവുന്ന. അവിടെ അങ്ങനെയല്ല പറയുന്നേ. നാം അവയെ ശാസിക്കുക അത്രേ. നമ്മുടെ ജോലിയിലൊക്കെ പറയത്തില്ല, വെൻ യു സീ സംതിങ് സേ സംതിങ് എന്നല്ലേ. അപ്പൊ അതാണ്, വെൻ യു സീ സംതിങ് സേ സംതിങ്, അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മള് അതിനൊന്നും കൂട്ടാളികൾ, നാം കണ്ണടച്ച് ഇതിനൊക്കെ സൈലന്റ് ആയിട്ടായിരിക്കുമ്പോൾ നാമും അവർക്ക് കൂട്ടാളികളായി പോവുകയാണ് ചെയ്യുന്നത്. ക്രിസ്തുവിനെ സേവിക്കുന്നവർ സൈലന്റ് ആയിട്ടിരിക്കാനോ ന്യൂട്രലായിട്ടിരിക്കാനോ നടക്കുന്നതല്ല. അങ്ങനെയാണെങ്കിൽ നാം അവർക്ക് കൂട്ടാളികളായി തീരുകയാണ്. അവരുടെ, കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് മത്തായി സുവിശേഷം 18-ാം അധ്യായത്തില്, അവരുടെ തെറ്റുകൾ ബോധ്യപ്പെടുത്തണം, ദൈവികമല്ലാത്ത സ്വഭാവങ്ങളെ കറക്റ്റ് ചെയ്യണം. വിശ്വാസി എന്ന വേർപെട്ട ഒരുവൻ ഇങ്ങനെ ഇരുട്ടിൽ നടക്കുമ്പോൾ അവനെ ബോധ്യപ്പെടുത്തണം, തെറ്റുകൾ മനസ്സിലാക്കി കൊടുക്കണം. മത്തായി 18-ന്റെ 15-ഉം 16-ഉം 17. നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുത്തുക. അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി. കേൾക്കാഞ്ഞാലോ 2-3 സാക്ഷികളുടെ വായാൽ സകല കാര്യവും ഉറപ്പാകേണ്ടതിന് 1-2 പേരെ കൂട്ടിക്കൊണ്ട് ചെല്ലുക. അവരെ കൂട്ടാക്കാഞ്ഞാൽ സഭയോട് അറിയിക്കുക. സഭയും കൂട്ടാക്കാഞ്ഞാൽ അവൻ നിനക്ക് പുറജാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ ഇരിക്കട്ടെ. കൊരിന്ത്യർ ലേഖനത്തിലും പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെയാ പറഞ്ഞേ, അവരെ ബോധ്യപ്പെടുത്തുക. കേട്ടില്ലെങ്കിൽ ശിക്ഷാ നടപടി കൊടുത്ത് കുറച്ചു നാൾ പുറത്താക്കുക. വീണ്ടും അതന്നെ തുടർന്നു കഴിഞ്ഞാൽ പൂർണ്ണമായും അവരെ ഒഴിഞ്ഞു നിൽക്കുക എന്ന് പറയുന്നുണ്ട്. സാത്താനെ ഏൽപ്പിക്കാനാ പറഞ്ഞേക്കുന്നത് അല്ലേ. നമ്മൾ സാത്താനെ ഏൽപ്പിക്കാൻ വിധിച്ചിരിക്കുന്നു എന്നൊക്കെ നമ്മൾ 1 കൊരിന്ത്യർ 5-ാം ലേഖനത്തിൽ നമ്മൾ ഒന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. നാം നിശബ്ദരാകുവാൻ പാടില്ല. മുമ്പേ ഞാൻ ഉദ്ധരിച്ച വാക്യം തന്നെ ഒന്നുകൂടെ വായിച്ചേക്കാം. ഗലാത്യ ലേഖനം 6-ന്റെ 1-2. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവരെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവേൻ. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. ഇരുട്ടിന് വെളിച്ചത്തോട് കൂട്ടായ്മയില്ല. വെളിച്ചം ഇരുട്ട് വെളിച്ചത്തിൽ കടക്കാത്തതുപോലെ നാമും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ നമ്മയും സൂക്ഷിക്കുക. തമ്മിൽ ഭാരങ്ങളെ ചുമപ്പൻ, ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നാം സൈലന്റ് ഇരിപ്പാൻ പാടില്ല. പലരും സൈലന്റ് ആയിരിക്കുന്ന എന്തിനാ? ഉപദ്രവം ഏൽക്കാതിരിപ്പാൻ. അത് സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പലരും ഒന്നും മിണ്ടാത്തത്. കാരണം എന്തെങ്കിലും എതിര് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നി ആ സമൂഹത്തിൽ നിന്ന് പുറത്താക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള പഴിവാക്കുകൾക്കൊക്കെ ഇടയാകും. അതൊക്കെ കൊണ്ടാണ് സൈലന്റ് ആയിട്ട് കണ്ണടച്ചിങ്ങനെ നമ്മൾ പറയത്തില്ല, പൂച്ച പാല് കുടിക്കുന്നത് പോലെയൊക്കെ ഇരിക്കുന്നത്. അതൊന്നും അരുത്. വിശ്വാസികൾക്ക് അതൊന്നും
ചേർച്ചയുള്ളവയല്ല. കർത്താവ് തന്നെ പറഞ്ഞു, ലോകത്തിന്റെ പ്രവൃത്തിയെ ദോഷമുള്ളവയാകുന്നു, അവ എന്നെ പകയ്ക്കുന്നു. അപ്പം ഈ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നവരെ നാം നാം അവരോട് പറഞ്ഞു കൊടുത്തുകൾ അവർ നമ്മെ പകയ്ക്കുകയാണ് ചെയ്യുന്നത്. അത് സാരമില്ല. ക്രിസ്തുവിനെ അനുഗമിപ്പാൻ ഇച്ഛിക്കുന്നവർ ക്രൂശെടുത്ത് പോകുന്നവരാണല്ലേ, തൻ്റെ മരണം ഏറ്റുകൊണ്ട് പോകുന്നതാണ്. മരണം ഏറ്റെടുത്തവർക്ക് പിന്നെ ശകാരം വലിയ കാര്യമൊന്നും അല്ലല്ലോ. അതുകൊണ്ട് നാം ഇതിനെ കണ്ണടയ്ക്കരുത്, വിശ്വാസികൾ അതിനെ കണ്ണടയ്ക്കരുത്. യോഹന്നാൻ 15:18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ 15:18. ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്ന് അറിവീൻ. കർത്താവിനെ ക്രൂശിച്ചല്ലേ. നിങ്ങൾ ലോകക്കാർ ആയിരുന്നു എങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ആകാതിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. എൻ്റെ വചനം താഴോട്ട് പറയുന്നത്, അവർ എന്നെ ഉപദ്രവിച്ചു എങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും, എൻ്റെ വചനം പ്രമാണിച്ചു എങ്കിൽ നിങ്ങളുടേയും പ്രമാണിക്കുമെന്ന് പറയുന്നുണ്ട്. നാം അവക്കൊന്നും കൂട്ടാളികൾ ആകുവാൻ ഇടയായി തീരരുത്. അതൊന്നും വിശുദ്ധന്മാർക്ക് ചേർന്നതല്ല. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഞാൻ ഇവിടെ നിർത്തുകയാണ്. താഴെ പറയുന്നുണ്ട്, അവർ ഗൂഢമായി ചെയ്യുന്നത് പറവാൻ പോലും ലജ്ജയാകുന്നു എന്ന് പറയുന്നുണ്ട്. അതുകൂടെ പറഞ്ഞിട്ട് അങ്ങ് നിർത്താം. ഓക്കെ. അവർ ഗൂഢമായി ചെയ്യുന്നത് പറയുവാൻ പോലും ലജ്ജയാകുന്നു. അതിന് POC ബൈബിൾ മാത്രം ഒന്ന് വായിച്ചു നോക്കാം. അവർ രഹസ്യമായി ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ച് സംസാരിക്കുന്നത് പോലും ലജ്ജാവഹമത്രേ, പ്രകാശിതമായവയെല്ലാം പ്രശോഭിക്കും എന്ന് എഴുതിയിരിക്കുന്നു. അപ്പം മുകളിലത്തെ വാക്യത്തിൽ പറഞ്ഞു, അവർക്ക് നാം കൂട്ടാളികളാകരുത്, അവയെ ശാസിക്കണം. അതെന്തുകൊണ്ടാണ്? അവർ ഗൂഢമായി ചെയ്യുന്ന പ്രവൃത്തികൾ പറയുവാൻ പോലും ലജ്ജയാകുന്നു. അവർ രഹസ്യത്തിൽ ചെയ്യുന്ന പാപങ്ങൾ പറയാൻ പോലും, അങ്ങനെ നമ്മുടെ വായെടുത്ത് പോലും അങ്ങനെ പറയുവാനായിട്ട് കൊള്ളാവുന്നതല്ല. അത് കേൾവിക്കാരുടെ മനസ്സിനെയും അവരുടെ എല്ലാ അവയവങ്ങളെയും കളങ്കപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് ഒരു അവിശ്വാസി അത് പറയുന്നെന്ന് പോലും അകന്ന് നിൽക്കണം. ഇരുട്ടിന്റെ ദുഷ്ഫല പ്രവൃത്തികൾക്ക് അത് ലജ്ജാകരമാണ്. നാം അതിന് കൂട്ടാളികളാകരുത്. അവർ പറയുന്നത് നാം സംസാരിക്കാൻ പോലും കൊള്ളുകയല്ല. വിശുദ്ധന്മാർക്ക് ചീത്തത്തരം പൊട്ടത്തിൽ കളിവാക്കൊന്നും പറവാനായിട്ട് അവകാശമില്ല. നാം അവരുടെ കൂട്ടാളികളാകരുത്. നാം വെളിച്ചത്തിലുള്ളവരാണ്, വെളിച്ചത്തിന്റെ പ്രവൃത്തി ചെയ്യുവാനായിട്ടുള്ളവർ. ആകയാൽ ആ വാക്യം പറഞ്ഞു നിർത്താം. ആകയാൽ നാം പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. നമ്മളുടെ മാധ്യ ക്രിസ്തുവും നമുക്ക് വേണ്ടി ദൈവത്തിന് തന്നെത്താൻ സൗരഭ്യവാസനയായി വഴിപാടും യാഗവും അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. അപ്പം നാം വെളിച്ചത്തിന്റെ ഫലമാണ് പുറപ്പെടുവിക്കേണ്ടത്. നാം ഓരോ ദിവസവും വചനം വായിച്ചു പഠിക്കുമ്പോൾ ഈ ഇരുട്ടിന്റെ പ്രവൃത്തികൾ എന്തെങ്കിലും നമ്മുടെ സങ്കല്പത്തിൽ പോലെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയണം. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. ആ വചനം പഠിക്കുന്ന നമ്മൾ ഇരുട്ടിന് കൂട്ടാളികളാകുവാൻ പാടില്ല. നാം വെളിച്ചത്തിന്റെ ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കണം. ഈ വചനങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.